CBI വെറുമൊരു പേരല്ല, കുറ്റവാളികളുടെ ഉറക്കം കെടുത്തുന്ന മൂന്നക്ഷരം. കേരളത്തെ നടുക്കിയ കേസുകളിൽ അന്വേഷണ ഗ്രാഫ് കുതിച്ചു വരുമ്പോൾ ആ ക്രെഡിറ്റ് കേരള യൂണിറ്റിനല്ല, ചെന്നൈയിലെ CBI യൂണിറ്റിന് അവകാശപ്പെട്ടതാണ്. പി മുരുകൻ IPS എന്ന കരുത്തനായ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പതിറ്റാണ്ടുകൾ നീണ്ട ഒളിച്ചുകളിക്ക് അന്ത്യം കുറിച്ച രണ്ട് വേട്ടകളുടെ കഥയാണിത്. ആദ്യത്തേത് തിരുവനന്തപുരം CETയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ശ്യാമൾ മണ്ഡലിന്റെ കൊലപാതകം. 2005 ഒക്ടോബർ 13-ന് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയ ആ യുവാവിനെ 10-ാം ദിവസം കാണുന്നത് ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ. 20 ലക്ഷം രൂപയുടെ മോചനദ്രവ്യത്തിന് വേണ്ടിയുള്ള ക്രൂരമായ കൊലപാതകം. കേസിൽ ഒരാൾ ശിക്ഷിക്കപ്പെട്ടിട്ടും CBI അടങ്ങിയിരുന്നില്ല. വേഷം മാറി പേര് മാറ്റി നാഗ്പൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ദീപക് എന്ന ദുർഗ ബഹദൂർ ഭട്ടിനെ കൃത്യം 20 വർഷങ്ങൾക്ക് ശേഷം 2026 മാർച്ച് 27-ന് CBI പിടികൂടി. നിയമത്തിന്റെ കണ്ണിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ലെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ആ അറസ്റ്റ്. അഞ്ചൽ ഏറത്തെ ആ ക്രൂരത ആർക്കെങ്കിലും മറക്കാനാകുമോ? 24 വയസ്സുകാരിയായ രഞ്ജിനിയും 17 ദിവസം മാത്രം പ്രായമുള്ള അവരുടെ ഇരട്ട പെൺകുഞ്ഞുങ്ങളും കഴുത്തറുത്ത് കൊല്ലപ്പെട്ട ആ കറുത്ത ദിനം. 2006 ഫെബ്രുവരി 10-ന് നടന്ന ആ നിഷ്ഠൂര കൊലപാതകത്തിന് ശേഷം പ്രതികളായ സൈനികർ ദിപിൽ കുമാറും രാജേഷും അപ്രത്യക്ഷരായി. വർഷങ്ങൾ 19 കഴിഞ്ഞു. ഇതിനിടെ അവർ പേരുകൾ മാറ്റി. വിവാഹം കഴിച്ച് പുതുശ്ശേരിയിൽ സുരക്ഷിതരായി ബിസിനസ് നടത്തി വരികയായിരുന്നു. സൈനിക പരിശീലനം സിദ്ധിച്ച ഒളിത്താവളങ്ങൾ കണ്ടെത്താൻ മിടുക്കരായ അവരെയും ഒടുവിൽ CBI കുരുക്കി. 2025 ജനുവരി 3-ന് ആ നീതി നടപ്പിലായി. എത്ര കാലമെടുത്താലും എത്ര വേഷം കെട്ടിയാലും CBIയുടെ ഒരു കണ്ണ് എപ്പോഴും തുറന്നിരിക്കും. അംഗസംഖ്യ കുറവാണെങ്കിലും അന്വേഷണത്തിലെ വിട്ടുവീഴ്ചയില്ലാത്ത കരുത്താണ് CBIയെ രാജ്യത്തെ ഏറ്റവും മികച്ച ഏജൻസിയാക്കുന്നത്. വർഷങ്ങൾ കടന്നു പോയാലും ഇരകൾക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പു നൽകുന്ന ആ അന്വേഷണ മികവിന് മുന്നിൽ കുറ്റവാളികൾക്ക് കീഴടങ്ങിയേ മതിയാകൂ. CBI വേട്ട തുടരുന്നു.